ഇതെന്താ ഭയങ്കര ആൾക്കൂട്ടാണല്ല? അമ്പരുന്നാളാണോ? സാർ നിലവിലുള്ള സാഹചര്യം ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് കാണാൻ. ശരി സാറേ നീ അങ്ങോട്ട് മാറിയില്ല കൊണ്ടുപോ സാറേ. ഫോട്ടോ എടുക്കാം അങ്ങോട്ട് മാറി പള്ളിക്കോടാ മാറ്റ്. നീ കരയാതിരിക്കുക സാവിത്രി. ഓനെ നമുക്ക് അറിയാവുന്നതല്ലേ. പള്ളി കയറിയെന്ന് വെച്ചാൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, ഇതല്ല കൂത്ത്. സൈനുത്ത, നിങ്ങൾക്കറിയാവുന്നല്ലേ അവനെ. രാവിലെ ഓടാനെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. പെട്ടെന്ന് വീണിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞതാ. അമ്മ വിഷമിക്കാതിരിക്കെ. പോലീസ് കൊണ്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ വാവച്ചേട്ടൻ. ഇനി എന്തറിഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് കേസ് വേറെയാ. അവസാനം കയ്യിൽ നിൽക്കൂല. അവന് പള്ളി തന്നെ വേണമായിരുന്നു. ഓട്ടത്തിനിടയിൽ രണ്ടിന് പോയതാണെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. എടി മോളെ, കുഞ്ഞോളെ, നമുക്കും അറിയാവുന്നല്ലേ അവൻ എവിടെ പോയാലും കക്കൂസിനകത്ത് കയറി ഇരുന്നിട്ടേ പോവും. നിങ്ങളും കളിയാക്കുന്നതല്ലേ. ഓടിയപ്പോ അവനങ്ങനെ തോന്നിക്കാണും. വാ, നിങ്ങളും കൂടെ വാ, നമുക്ക് പോലീസിൽ പോയി പറയാം. അവര് കേക്കും. അവനിങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയാം. ഇതൊന്നും ആരും വിശ്വസിക്കൂല. ഇതിപ്പോ അതിന് കയറിയതാണെന്ന് ആർക്കറിയാം? ഇതൊന്നല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവന് ടൗണിലൊക്കെ വലിയ ബന്ധമാണെന്ന്. അവൻ പിന്നെ എന്തിനാ പള്ളി കയറുന്നേ? നിങ്ങൾ വേണ്ടാതെ ഞാൻ പറയാതെ ചെറുക്കനെ പോയി കൊണ്ടുവരാൻ നോക്ക്. നീ സമാധാനായിട്ടിരിക്കും സാവിത്രി. കരയാതെ കുഞ്ഞോളെ. സാവിത്രി, നീ അവളെ കൂടെ കരയിക്കുന്നത്. എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. കുറച്ചേരം അകത്ത് കിടക്കട്ടാണല്ലോ ഏട്ടാ. നമ്മളിൽ ഇടപെടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ചന്ദ്രന് ഇത്രക്ക് ബുദ്ധി വെച്ചോ? വാവ അവിടെ കിടന്നിട്ട് നിനക്കെന്ത് കിട്ടാനായി? വെറുതെ ഒന്നുമല്ലല്ലോ, പള്ളി ചെന്ന് കയറിയിട്ടല്ലേ. നമ്മളാരും പറഞ്ഞിട്ടാണോ പള്ളി ചെന്ന് കയറിയത്? അല്ലെങ്കിൽ തന്നെ കക്കൂസി പോകാൻ ആരെങ്കിലും പള്ളി ചെന്ന് കയറും? ഇനി ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ അമ്പലത്തിലാണ് ഇങ്ങനെ കാക്കാമാർ കയറിയെങ്കിൽ നമ്മൾ സമ്മതിക്കോ? അത്ര അവരും ചെയ്തോളൂ. ഒരാൾ അമ്പലത്തിൽ കയറുന്നത് തകർക്കാനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അതെ, പാവ രാവിലെ ഓടാൻ പോയപ്പോൾ പറ്റിയതല്ലേ. ഇങ്ങനെ മുൻവൈരാഗ്യം വെച്ച് കളിക്കരുത്. അല്ലേ തന്നെ അവന് ചന്ദ്രനെ തല്ലേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു, ഇനി നമ്മുടെ ആവശ്യം വരുന്നു. ഇതൊന്നും അല്ല, വേറെ എന്തോ സംഭവം ഉണ്ട്. രാവിലെ എണിച്ചൊരു നടക്കാൻ പോക്കും പള്ളിയിലെടുക്കത്ത പോലും രണ്ടിന് പോക്കും. എന്റെ നല്ലതായിട്ട് എനക്കൊന്നും അത്ര പിടിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മളറിയാതെ മോളിന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തായിരിക്കും ഇത്. അതിനെന്ത് ചെയ്യുന്നതാണ്? കക്കൂസിക്കാർ സഹായിച്ചേനോ? അതിന് മോളിന്ന് ഓർഡർ വേണം. നിന്നെ കാണിച്ചോണ്ടാണ് ചെയ്യുന്നത്. അന്നത്തെ ഓപ്പറേഷൻ പൊളിഞ്ഞതാണെങ്കിലോ? പിന്നെ കക്കൂസിനകത്തല്ലേ ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ? മൂലക്കുരുവിന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലട്ട ചേട്ടനും മാവയുടെ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വഴി നോക്കാനാണ്. എന്നാ നീ പോയി വേറെ വഴി നോക്കടാ. തോന്നി ദിവസം കാണിച്ചിട്ട് മറ്റോടത്തിലെ വർത്തനം പറഞ്ഞുകൊണ്ട് നല്ലട്ട നിന്റെ കീഴ് വിട്ടുകാരാണോ നീ പറയാൻ ഇറക്കി കൊണ്ടുവരാൻ? അവൻ കുറച്ചുകൂടെ കിടക്കട്ടെ. അതെ, നമ്മുടെ ഇടയിൽ ഒരു ബഹളം വേണ്ട. ചന്ദ്രൻ പറയുന്ന പോലെ വാവയ്ക്ക് എടുത്തിയാട്ടം കുറച്ച് കൂടുതലാണ്. അവൻ ചെയ്തത് പലതും ശരിയുമല്ല. രാജേന്ദ്രൻ ചേട്ടൻ എന്നെ ഒന്ന് കണ്ടിരുന്നു, അവൻ്റെ അച്ഛൻ. നമുക്കെല്ലാം നോക്കണ്ടേ? മാത്രമല്ല, വാവ ഇപ്പം അകത്ത് കിടക്കുന്നത് നമുക്ക് നാണക്കേടുവാണ്. വാവയെ അവർ പിടിച്ചകത്താക്കി എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് പരാജയവും അപമാനവുമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്ക് അവൻ ഇറക്കിയേ പറ്റൂ. മാത്രമല്ല, വാവയെ മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്തിയതാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് എല്ലായിടത്തും നമുക്കൊരു കണ്ണു വേണം. ചന്ദ്ര, ഇപ്പോൾ വാവയെ പുറത്തിറക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ജയ് ഭാരത്.